ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പിന്നെ വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് കേട്ടോ. വേറൊരിടത്ത് പോകാൻ നിന്നതാ. എന്തായാലും ഇവിടുത്തെ ആൾക്കൂട്ടവും തിരക്കും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. വെറൈറ്റി കാഴ്ചകളും വെറൈറ്റി വിശേഷങ്ങളും തന്നെയാണ് ഇന്നത്തത്. എൻ്റെ അമ്മയെ പറയാണ്ടിരിക്കാൻ വയ്യ, പുള്ളി പൈപ്പാണ് കേട്ടോ. എന്താണ് വെറൈറ്റി കാഴ്ച, എന്താണ് വിശേഷം എന്ന് ഞാൻ അവിടെ പോയിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്, കൂടെ വന്നോളാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ? അപ്പൊ പിന്നെ ഇന്ന് യാദൃശ്യമായി ഞാൻ എത്തിപ്പെട്ടത് ഒരു വെറൈറ്റി സ്ഥലത്താണ് കേട്ടോ. എന്ന് പറയാനാണ്, പറയാനൊന്നുമില്ല. നിങ്ങൾക്കും അതൊരു വെറൈറ്റി ആയിരിക്കും. എന്നാലും എൻ്റെ ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് തെങ്കാശി ജില്ലയിലാണ് ഞാനെന്നുള്ളത്. അപ്പോൾ എന്താണ് വെറൈറ്റി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ബിൻ വ്ളോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് കാഴ്ചകൾ കാണാൻ പോകാം കേട്ടോ. അപ്പോൾ കൂടെ വന്നോളൂ. കണ്ടോ, അവിടെ നോക്കിയോ ഒന്ന്. എൻ്റെ അമ്മയെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ നമ്മുടെ തോരണ മലയാണ് കേട്ടോ. ഈ മലയുടെ പേര് തോരണ മലയെന്നാണ്. 1200 മുകളിൽ പടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു മല തന്നെയാണ്. അതിലുപരി ഒരു മുരുകൻ ക്ഷേത്രവും കൂടെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പിന്നാലെ പറഞ്ഞു പോകാം. അപ്പോൾ പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് നമുക്ക് പടികൾ കയറാൻ 1200 പടിയുണ്ട്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, കൂടെ വന്നോളും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. കുടിച്ചതിന് ശേഷം നമുക്ക് പോകാം കേട്ടോ. അപ്പം വീണ്ടും പറഞ്ഞു പോകുകയാണ്, എൻ്റെ ഫസ്റ്റ് ടൈം. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ. അതെ, അപ്പോൾ പിന്നെ ഈ തോരണാമലയുടെ ഐതിഹ്യം പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, 1000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. 4 സൈഡും പാറകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും മുരുകൻ ഉണ്ടെങ്കിൽ മലയുടെ മുകളിൽ ഇരിക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. മുമ്പുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെ ചോദിച്ചു നോക്കാം, ആരോടെങ്കിലും തിരക്കി നോക്കാം. ഇത്രയും ഒരുപാട് ഞായറാഴ്ച ദിവസമാണ് ഒരുപാട് തിരക്ക് കേട്ടോ. അല്ലാത്ത ദിവസം എന്നും തിരക്കുണ്ട്, ഇത്രയും ഇല്ലെന്നാണ് പറയുന്നത്. ഇതേ കണ്ടോ. അപ്പം 12:30 ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടെന്നേ. അതിനു മുമ്പ് എനിക്ക് അവിടെ കയറിയിട്ട് ഇവിടെ വരെയും വേണം. അപ്പം വീണ്ടും ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം കേട്ടോ. ഇതേ കണ്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ കേട്ടോ. തോരണമലയ്ക്ക് പോകേണ്ട ഫ്രണ്ട് പോർഷൻ ഇതാണ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതെ, തോരണാമലയിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് കേട്ടോ. ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് വിവാഹ തടസ്സം നീങ്ങാനും രോഗപരിഹാരത്തിനും സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും വിവാഹ പുരോഗതിക്കും കുടുംബ അഭിവൃദ്ധിക്കും ഒക്കെ ആയിട്ടാണ് ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ പടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുതലാണ് നമ്മൾ കയറി പറ്റേണ്ടത്. ഇതേ കണ്ടോ, ഈ വഴിയാണ് പോകേണ്ടത്. അപ്പം പിന്നെ കൂടെ വന്നോളൂ കേട്ടോ. ആരും പകുതി വഴിയിൽ ഉപേക്ഷിക്കല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കയറുന്നത് കേട്ടോ. മുമ്പ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ, മുരുകൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത്, അതും തമിഴ്നാട് തന്നെ, 500-600 സംതിങ് പടിയുള്ളൂ. അതിന് ഡബിൾ ഇരട്ടിയുണ്ട് കേട്ടോ ഇത്. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. കൂടെ വന്നോളൂ, പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അതിലുപരി തോരണാമല ആനയുടെ ആകൃതി എന്നാണ് പറയുന്നത് കേട്ടോ. അതിനാൽ ഇതിനെ വാരണാമലയെന്നും പറയപ്പെടുന്നു. അങ്ങനെ 2 പേരുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. എന്തായാലും എനിക്കും ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് നമുക്കൊരു എന്ത് പറയാനാണ്, അതിലുപരി ഒരു പുണ്യസ്ഥലവും കൂടെയാണല്ലേ. സ്റ്റെപ്പുകളെ ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇതാ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. മലമേൽ സെൽ പവറുകൾ ദയവ് ചെയ്ത് പ്ലാസ്റ്റിക്, അതായത് മലയുടെ മുകളിൽ പോകുന്ന ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകരുത്, കുരങ്ങ് പിടിച്ചോണ്ട് പോകുമെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം തുടങ്ങിയിട്ടില്ല. വീണ്ടും സത്യം പറയുക ഒരു 10-15 പടി കയറിയപ്പോഴും ഞാൻ കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കയറി പറ്റുമെന്ന് എനിക്കറിയില്ല. മുരുകൻ തുണയാവട്ടെ. അപ്പോൾ കൂടെ വന്നോളൂ കേട്ടോ.
അതെ, അപ്പോൾ പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് ഈ തോരണാമല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ മലയുടെ മുകളിൽ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. തെങ്കാശി മുതൽ കായം റൂട്ടിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രവും ഇതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മുരുകൻ ക്ഷേത്രം തന്നെയാണല്ലേ. അപ്പം എന്ത് പറയാനാണ്, 60 പ്രകൃതിദത്ത ജലസ്രോതസ് കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ എന്നാണ് പറയുന്നത്. പണ്ട് അഗസ്ത്യർ ഇവിടെ വന്ന് അതായത് എന്ത് പറയാനാണ് തപസ്സിരുന്നതായും കരുതപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐതിഹ്യ കഥകൾ ഇതിൻ്റെ പിന്നാലെയുണ്ട്. എന്ത് തന്നെയായാലും എനിക്ക് കുറച്ച് അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് പോവുകയാണ്. ഇതേ കണ്ടോ, ഒരുപാട് ആൾക്കാർ നേർച്ചകളുമായിട്ടാണ് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ വരുന്നത്. ഒരുപാട് വിശ്വാസങ്ങളുണ്ട് കേട്ടോ അതിലുപരി ഈ ക്ഷേത്രത്തിന്. അതും കൂടെ പറഞ്ഞു പോവുകയാണ്. എന്തായാലും വിശ്രമിച്ചിട്ട് ബാക്കി കയറാം കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത്രയും സ്പീഡാ കയറിയത് കൊണ്ടായിരിക്കും വാക്കുകൾ കിട്ടുന്നില്ല. ബാക്കി വിശേഷം നമുക്ക് പിന്നാലെ പറഞ്ഞു പോകാം കേട്ടോ. കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഈ സ്റ്റെപ്പുകൾ കയറി വരുന്നവർക്ക് വിശ്രമിക്കാനും കൂടെ ഉള്ള സ്ഥലമാണ് കേട്ടോ. കാരണം അത്രയും ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് ഇരുന്നിട്ട് പതുക്കെ പോകാം കേട്ടോ. എന്തായാലും വൈകുന്നേരം 3 മണി വരെ. എത്ര മണി വരെ ഉണ്ടെങ്കിൽ 3 മണി വരെ. താഴോട്ട് എന്തായാലും ഞാൻ നോക്കുന്നില്ല കേട്ടോ. താഴോട്ട് നോക്കിയാൽ നല്ല തലകറക്കം വരും അത്ര. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങിയാണ്. അപ്പൊ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. വിശ്വാസങ്ങൾ എന്ത് പറയാനാണ്. ഈ പാറയുടെ അടിയില് ഞാൻ ഓർത്തത് എന്തുവായി കുഞ്ഞു കുഞ്ഞു കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല. അതെ കണ്ടോ, ക്യാമറയിൽ എത്രത്തോളം പതിയുമെന്ന് എനിക്കറിയില്ല. ഇതെന്തെന്നറിയാവോ, നമുക്ക് ഇപ്പം വീട് വേണമെങ്കിൽ, വീട് എനിക്കില്ല എങ്കിൽ നമുക്ക് വീട് വെക്കാം. അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ 1 നില വീടാണെങ്കിൽ 1 കല്ല്, 2 നില അങ്ങനെയാണ് കേട്ടോ. എത്ര നില നമുക്ക് ആവശ്യമുണ്ടോ അത്രയും. കണ്ടോ, ഇപ്പൊ എനിക്ക് 2-3 നില വീട് വേണമെങ്കിൽ 3 കല്ല് വെക്കണം. അങ്ങനെയാണ് ഈ മുരുകൻ കോവിലിന്റെ ഐതിഹ്യം എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഒരാൾ അടുക്കിയതല്ലേ, അതെടുക്കാൻ പാടുണ്ടോ? അപ്പൊ കണ്ടോ, കണ്ടോ, അയ്യോ എൻ്റെ അമ്മേ. അപ്പൊ കണ്ടോ, എല്ലാവരും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച വീടില്ലാത്തവർക്ക് വീട് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഈ കല്ല് അടുക്കി വെക്കുന്നതിന്റെ അത്രയും ഹൈറ്റിൽ വീട് കിട്ടും. 1 നിലയാണെങ്കിൽ 1 കല്ല് അല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് കേട്ടോ. അതെ, അപ്പോൾ പിന്നെ അഗസ്ത്യർ മുനി ഇവിടെ വന്ന് താമസിച്ച് ഔഷധങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നതായും ഇവിടെ വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തോരയാർ ഇവിടെ വന്ന് ജീവസമാധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതിലുപരി ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് സന്ദർശിക്കുകയും അഗസ്ത്യരെ ആരാധിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിശ്വാസങ്ങളും കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്തൊരു ദേവീക്ഷേത്രം, ഭദ്രകാളി ദേവീക്ഷേത്രവും കൂടെ ഉണ്ട്. എന്തായാലും ഞാനിതാ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഉച്ചയ്ക്കുള്ള കട്ട വെയിൽ പൊരിഞ്ഞിളകി നടക്കുകയാണ്. എൻ്റെ അമ്മയെ എങ്ങനെ എത്തിപ്പെടുമെന്ന് ഒരു ലക്ഷ്യമില്ല. മുന്നോട്ട് നീങ്ങുന്നോറും സത്യം പറയുമെങ്കിൽ ഒരു ഇളം കാറ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എങ്കിലും വെയിൽ അങ്ങോട്ട് എനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. അല്പമൊക്കെ തളർച്ചയൊക്കെ വന്നെന്ന് കണക്കാക്കിക്കോ. എന്തായാലും ഞാനും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്, നിങ്ങളും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടല്ലോ അല്ലേ. ഒരു പ്രത്യേക സ്ഥലം, ഒരിക്കലെങ്കിലും വന്നു പോവുക. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇത് 3ാമത്തെ കൽമണ്ഡപത്താണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അല്പം നേരം വിശ്രമിച്ചിട്ട് പോകാൻ കേട്ടോ. നന്നായിട്ട് തളർന്നിട്ടുണ്ട്, കാലുകളൊക്കെ വിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്ര വെയിലാണ് കേട്ടോ. അപ്പം 10 മിനിറ്റ് വിശ്രമിക്കാൻ വന്നോളൂ കേട്ടോ. അതിൽ എഴുതി വെച്ചേക്കുന്നത് പണ്ട് സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു, മണ്ണും കല്ലും ആണെന്നാണ് അതിൽ പിക്ചർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ഇതുവഴിയാണ് കയറി പോകേണ്ടത്, ഇതുവഴി ഇറങ്ങി വരണം കേട്ടോ. അപ്പൊ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ നല്ല ക്ഷീണമാണോ അല്ലേ, പറയാണ്ടിരിക്കാൻ വേണ്ടി.
കുടിവെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എവിടെ ആയിട്ട് വെള്ളം ഇല്ലേ? ആ കണ്ടോ, അപ്പോൾ കുടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് ഉണ്ട്. അപ്പോൾ വിശ്രമ സ്ഥലവും ഒരിക്കലെങ്കിലും വന്നു പോവുക എന്നാ എനിക്ക് പറയാനുള്ളത്. ഞാൻ മാത്രം സ്റ്റെപ്പ് കയറിയാൽ പറ്റൂലല്ലോ, എൻ്റെ ഫ്രണ്ട്സായ നിങ്ങളും കയറണമല്ലോ. അപ്പം മുരുകാന്ന് വിളിച്ച് മുന്നോട്ട് വന്നോളൂ. നാലാമത്തെ കൽമണ്ഡപം എത്താറായിട്ടുണ്ട്. ഇതേ കണ്ടോ, ഈ സിമെന്റ് ഒക്കെ കണ്ടോ? ഇതൊരു കൽമണ്ഡപമാണ് കേട്ടോ. ഈ 1220 പടി കയറിയാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ മുകളിൽ കൊണ്ടുവരുന്നത്. റോപ്പൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, ഇതൊരു കൽമണ്ഡപം, ഒരു ക്ഷേത്രം കൂടെ കേട്ടോ, പുതിയതായിട്ട് വെക്കുന്നതാണ്. ഏതാണ്ട് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി കേട്ടോ. ഇതേ കണ്ടോ, പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടുള്ള വൈബ് തന്നെയാണ് നമ്മുടെ ഈ മുരുകൻ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഇതേ കണ്ടോ, ആ റോഡ് നോക്കിക്കേ. ഇങ്ങോട്ട് വരാനാണോ എന്നറിയില്ല എനിക്ക്. അത്രയും ദൂരം നല്ല റോഡ് വരുന്നുണ്ട്, ഹൈവേ ആണ്. അടുത്ത് ഈ പാറ കണ്ടോ, പാറയുടെ മുകളിലൊന്ന് കാണിച്ചു കൊടുത്തേടാ. മുടിஞ்சிருச்சா? இவ்வளோதானா? இன்னும் கொஞ்சம் தூரம் இருக்கா ஸ்டெப் ஏறணுமா? தீர்ந்துச்சா? ஆ அவ்வளோதான். அவ்வளோதான். ஆ ஆ അതെ. അപ്പൊ പിന്നെ 1220 പടികൾ കയറി നമ്മൾ ഇതേ മുരുക ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. വന്നോളും, ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞാൻ അതിനകത്തോട്ടൊന്ന് കിടക്കുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ. അതെ, അപ്പം പിന്നെ ഞാൻ യാദൃശ്യമായിട്ട് ഇവിടെ വന്ന് എത്തപ്പെട്ടതാണേ. എങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ ഈ ക്ഷേത്രം കാണാൻ പറ്റിയതിൽ. സത്യം പറയാമെങ്കിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ 1220 പടി കയറുന്നത് എങ്ങനെ കയറി പറ്റി, ഇനി തിരിച്ച് എങ്ങനെ ഇറങ്ങുന്നതെന്ന് അറിയില്ല. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കണ്ടോ. അവിടെ ഒരു കുഞ്ഞു ക്ഷേത്രവും കൂടെ കാണാം കേട്ടോ. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് മടങ്ങാന്നേ. അന്നദാനം കഴിക്കാനുണ്ട്, അപ്പോൾ കൂടെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം അവിടെയും കൂടെ നമുക്ക് എന്താണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, ക്ഷീണമുണ്ടോ? എന്തായാലും ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. കാലൊക്കെ എന്തു പറയാനാണ്. ഇതിൻ്റെ റിസൾട്ട് നാളെ അറിയാം. ഇപ്പോഴത്തേക്ക് എനിക്കൊന്നും തോന്നുന്നില്ല. അപ്പം അവിടുത്തെ കാഴ്ചകൾ കൂടെ കാണാൻ പോകാം. അതെ, അപ്പൊ പിന്നെ ദേ ആ പാറ കണ്ടോ, ആ പാറയുടെ മുകളിൽ വരെ കയറി പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇനി വരും കേട്ടോ. മുമ്പൊക്കെ കയറിയിട്ടുണ്ട്, ഇപ്പൊ എന്തായാലും അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് അപ്പൊ ഇനി അതിന്റെ മുകളിലോട്ട് കയറാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമാണ് കണ്ടല്ലോ, മുരുകൻ ക്ഷേത്രം തന്നെയാണ്. ഇവിടെയും പ്രതിഷ്ഠ മുരുകൻ തന്നെയാണ്. അപ്പോഴത്തേ കണ്ടോ, ഈ ഒരു എന്ത് പറയാനാണ്, വേപ്പ് മരത്തിൽ തൊട്ടിലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർക്ക് അങ്ങനെയുള്ള ഒരു എന്ത് പറയാനാണ് വിശ്വാസങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കുക. എൻ്റെ അമ്മ പൊള്ളി വൈബ്, എൻ്റെ അമ്മേ ഇതെന്തു പറയാനാണ്. എനിക്കിതിന് വാക്കുകൾ കൂടുതൽ പറയാനറിയില്ല. അത്രത്തോളം നമ്മുടെ ഈ പ്രകൃതി നമ്മുടെ കൈക്കുമ്പിളിലൊക്കെ ഇരിക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ അത്രയും വൈബാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ 125 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 125 കിലോമീറ്റർ അകലെ തോരണമല എന്ന് പറയുന്ന ഒരു മുരുക ക്ഷേത്രത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കേട്ടോ. ഇതേ കേട്ടോ, ഈ ഫാമിലി സ്വരണ്ടയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എന്ത് പറയാനാണ്, നമ്മുടെ തിരുനെൽവേലി ജില്ലയിലെ തോരണമല എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. അപ്പൊ പിന്നെ ഞാൻ അമ്പൂരിയിലോട്ട് പോവുകയാണ് കേട്ടോ. അന്നദാനം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. വരുന്നുണ്ടോ കൂടെ വന്നോളൂ കേട്ടോ. അപ്പൊ പിന്നെ ഇവിടുത്തെ അന്നദാനം ഇതാണ് കേട്ടോ, പരിപ്പ് ചോറാണ്, അങ്ങനെയാണ് പറയുന്നത്. അത് അച്ചാറും ഉണ്ട് കേട്ടോ, നാരങ്ങ അച്ചാറ്. അപ്പം കഴിക്കാൻ വരുന്നുണ്ടോ? ഇത് കഴിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. കാരണം അത്രയും മഴ വരുന്നുണ്ട് കേട്ടോ, ഇരുണ്ട കാലാവസ്ഥയാണ്. അപ്പം ഓക്കെ, ബൈ.